അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമുക്കുള്ള കോൺഗ്രൻസ് ഓഫ് ട്രയാങ്കിളിലെ സെക്കൻഡ് പാർട്ടാണ് ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് വൈസ് വേഴ്സ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ് അതിന് ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ പ്രത്യേകതയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റും. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിള് രണ്ട് മൂന്ന് ഒരു ട്രയാങ്കിളിന് മൂന്ന് സൈഡ് ഉണ്ടാവും. മൂന്ന് സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിന് എന്ത് പേര് പറയും? നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ മൂന്ന് സൈഡും ഈക്വൽ ആയതുപോലെ തന്നെ അതിൻ്റെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി വേറൊരു ട്രയാങ്കിളാണ് രണ്ട് സൈഡ് ഈക്വൽ ആയത്. രണ്ട് സൈഡ് ഈക്വൽ ആയതിന് നമ്മൾ പറയുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ അധികം പറയുന്നത്, ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ഈക്വൽ സൈഡ് ഉണ്ടാവില്ലേ, ആ ഈക്വൽ സൈഡിൽ അതിന് ഓപ്പോസിറ്റായ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇതിലിപ്പോൾ ഇതുമാണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ എ ബി എന്നുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ്, എ സി എന്നുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബി ആണ്. അപ്പോൾ ഈ ബിയും ഈ സിയും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തത്. ശ്രദ്ധിക്കുക, തിയറം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഹെഡിങ് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? ആംഗിളുകൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റായ ആംഗിൾസ് എന്തായിരിക്കും? അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ വൈസ് വേഴ്സ. ഇനി അതല്ല, രണ്ട് ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളും ഈക്വൽ ആയിരിക്കും. അത് രണ്ടും പറയുന്നുണ്ട്. അതായത് രണ്ട് ഈക്വൽ സൈഡുകൾ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആകും, രണ്ട് ഈക്വൽ ആംഗിളുകളുടെ ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വൈസ് വേഴ്സ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ. ഞാൻ തിയറം ശ്രദ്ധിക്കുക. തിയറം: ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയ ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് ഒരു എ ബി സി എന്നുള്ള ട്രയാങ്കിളിൽ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. എ ബി എന്നുള്ള സൈഡ് ഈക്വൽ ആണ്, എ സി എന്നുള്ള സൈഡും ഈക്വൽ ആണ്. അപ്പം എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളാണ് സി എന്നുള്ള ആംഗിൾ, എ സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ബി എന്നുള്ള ആംഗിൾ. ഈ ബിയും ഈ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് അത് തെളിയിക്കണം, പ്രൂവ് ചെയ്യണം. നമുക്കിപ്പോൾ എന്താ തന്നിട്ടുള്ളത്? ഒരു ട്രയാങ്കിൾ ഉണ്ട്, എ ബി സി എന്നുള്ള ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അവിടെ എന്താ തന്നത്? എ ബി ഈസിക്കൽ ടു എ സി ആണ് തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൽ എ ബി ഈസിക്കൽ ടു എ സി ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, എ ബിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് സി, എ സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ബി. ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൈസെക്ടർ വരയ്ക്കാണ്. ബി എ സി എന്ന ആംഗിളിൻ്റെ ബൈസെക്ടർ. ബി എ സി ഏതാണ് ആംഗിൾ? ഈ ആംഗിളാണ് ബി എ സി. അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാണ്. ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിളിനെ തുല്യമായിട്ട് ഭാഗിക്കുന്നത്. അവിടെ ബൈസെക്ടർ വരയ്ക്കുകയാണ്. മീറ്റിംഗ് ബി സിയെ മീറ്റ് ചെയ്യുന്ന അറ്റ് ഡി, ഡിയിൽ സിയെ മീറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ബൈസെക്ടർ വരച്ചു ആംഗിളിൻ്റെ. ഇനി നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണ്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി ഡി എടുത്തു, പുതിയ വരച്ച എ ബി ഡിയും അതുപോലെ തന്നെ എ സി ഡിയും എടുത്തു. ഓക്കെ, എ ബി ഡി എടുത്തു, എ സി ഡി എടുത്തു, ഈ രണ്ട് ട്രയാങ്കിളും എടുത്തു. ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എ ബി ഈസിക്കൽ ടു എ സി ആണ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. പിന്നെ ബി എ ഡിയും സി എ ഡിയും ഈക്വലാണ്. ബി എ ഡിയും സി എ ഡിയും ഈക്വലാണ്. കാരണം എന്താണ്? നമ്മളൊരു ബൈസെക്ടർ വരയ്ക്കാണ്. ബൈസെക്ടർ എന്ന് പറയുമ്പോൾ തുല്യമായി ഭാഗിക്കണം. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും കാരണം തുല്യമായിരിക്കും. പിന്നെ എ ഡി ഈസിക്കൽ ടു എ ഡി, ഈ ഇതെന്താണ്? ഈക്വലാണ്. കാരണം ഇത് കോമൺ ആണ്, അതുകൊണ്ട് അത് ഈക്വലാണ്. അപ്പോൾ എന്താണ്? എസ് എ എസ് സൈഡ് ക്രൈറ്റീരിയ പ്രകാരം എന്തായി? ഈ രണ്ട് ആംഗിളുകൾ കോൺഗ്രൻ്റ് ആയി മാറി. കോൺഗ്രൻ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറ്റ് കറസ്പോണ്ടിങ് പാർട്സ് ആണ് ആംഗിൾ ബി, ആംഗിൾ സി എന്നുള്ളത്. ഏതാണ് ആംഗിൾ ബി? ഈ ആംഗിൾ ബി എന്താണ്? ആംഗിൾ സിയോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്തായി? എൻ്റെ ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിളുകൾ. അപ്പോൾ ഇതും ഇപ്പോൾ നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു. എന്ത്? ഈക്വൽ സൈഡാണ് എ സിയും എ ബിയും, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് തെളിയിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി കൺവേഴ്സ് ഓഫ് ദ എബോ തിയറം ഈസ് ഓൾസോ ട്രൂ. അതിൻ്റെ ഓപ്പോസിറ്റ്, കൺവേഴ്സ് ഓപ്പോസിറ്റ് ഓഫ് ദ എബോ തിയറം, മുകൾ പറഞ്ഞ തിയറത്തിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതെങ്ങനെയാണ്? എന്തായിരിക്കും തിയറം? സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. എന്താണത്? ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുതന്നെയാണ് ഇനി നമുക്ക് തെളിയിക്കാനുള്ളത്. നമുക്ക് രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ഉണ്ട്. ഒരു ട്രയാങ്കിൾ, അതിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് തെളിയിക്കാനുള്ളത് എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ്.
അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എന്ത് എ ബി ഡിയും എ സി ഡിയും എടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈസെക്ടർ വരച്ചു. ബൈസെക്ടർ വരച്ചിട്ട് അല്ലേ നമ്മൾ 2 ട്രയാങ്കിൾ എടുത്തു, എ ബി ഡിയും എ സി ഡിയും. അതിൽ ബി ഈക്വലാണ് സി എന്നുള്ളത് തന്നിട്ടുണ്ട്. പിന്നെ ബി എ ഡി ഈസ് ഈക്വൽ ടു സി എ ഡി തന്നിട്ടുണ്ട്. ഇതും ഈക്വലാണ് അല്ലേ, ബിയും സിയും ഈക്വലാണ്. പിന്നെ ഇതും ഈക്വലാണ്, കാരണം കൺസ്ട്രക്ഷൻ അത് നമ്മളിപ്പോൾ ബൈസെക്ടറാണ്. അപ്പോൾ അത് പിന്നെ എ ഡി ഈസ് ഈക്വൽ ടു എ ഡി ആണ്, കോമൺ ആണ്. അപ്പോൾ എന്ത് ചെയ്ത് 2 ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആയി. ഏത് പ്രകാരം? ആംഗിൾ സൈഡ് പ്രകാരം കോൺഗ്രൻ്റ് ആയി. ഇവിടെ എസ് അല്ല കേട്ടോ, എസ് അല്ല, ആംഗിൾ സൈഡാണ്. അതായത് ആംഗിൾ സൈഡ് പ്രകാരമാണ് കോൺഗ്രൻ്റ് ആയത്. ഇത് തെറ്റാണ്. അപ്പോൾ എസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അങ്ങനെ കോൺഗ്രൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെന്താണ് അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് എന്തേക്കാരം? കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം കേട്ടോ. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രൻ്റ് ട്രയാങ്കിൾ എന്തായി? ഈക്വൽ ആവും. കറസ്പോണ്ടിങ് പാർട്ടാണ് ഇത്. അപ്പോൾ എ ബി എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ടാണ് എ സി എന്നുള്ളത്. അപ്പോൾ അത് ഈക്വൽ ആവും എന്നുള്ളത്. അപ്പോൾ തിയറം തെളിയിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 11.5 പ്രൂവ് ദാറ്റ് ദ 3 ആംഗിൾസ് ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ. അത് നമുക്കിപ്പോൾ ആദ്യം എന്താകാം, നമുക്ക് തന്നിട്ടുണ്ട് 2 സൈഡുകൾ. ഇപ്പോൾ ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും സൈഡ് എടുക്കാം. ഈ സൈഡും എടുത്തു. അപ്പോൾ ഈ സൈഡും ഈക്വലാണ്. അപ്പോൾ 3 സൈഡും ഈക്വലാണ്. അതാണ് ഇതിൽ പറയുന്നത്. ഈ എക്സാമ്പിൾ എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഇൻ വിച്ച് എ ബി ഈസ് ഈക്വൽ ടു എ സി. അത് എ ബി സി എന്നുള്ളതാണ് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എയിൽ എ ബി എന്താണ്? എ സിക്ക് തുല്യമാണ്. ഇനി നമ്മളെന്താണ്? ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി, സി ഇ പെർപെൻഡിക്കുലർ ടു എ ബി. ഇവിടെ ബി ഡി അടിയിലുണ്ട്, ഇത് കാണിക്കാം. ബി ഡി എന്താണ്? എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. ബി ഡി ഏതാണ്? ബി ഡി എന്നുള്ളത് എ സിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇ സി എന്തിന് പെർപെൻഡിക്കുലർ ആണ്? എ ബിക്കും പെർപെൻഡിക്കുലർ ആണ്. ഇപ്പം എന്താണ് നമുക്ക് തെളിയിക്കാനുള്ളത്? ബി ഡി ഈസ് ഈക്വൽ ടു സി ഇ. ബി ഡി ഈസ് ഈക്വൽ ടു സി ആണ് തെളിയിക്കാനാണ്. ബി ഡി ഈസ് ഈക്വൽ ടു സി ആണ് തെളിയിക്കാനാണ്. ഇനി 2 ട്രയാങ്കിൾ നമ്മൾ തെളിയിക്കാണ്. ബി ഡി സി എന്നുള്ള ട്രയാങ്കിൾ എടുത്തു. ബി ഡി സി എന്നുള്ള ട്രയാങ്കിൾ എടുത്തു. അതുപോലെ തന്നെ അപ്പോൾ സി ഇ ബി എന്നുള്ള ട്രയാങ്കിൾ എടുത്തു. ബി ഡി സിയും സി ഇ ബിയും എടുത്തു. അപ്പോൾ അതിലെന്താണ്? ബി ഡി സി ഈസ് ഈക്വൽ ടു സി ഇ ബി ആണ്. ഏതാണ്? ബി ഇ ഈസ് ഈക്വൽ ടു സി ഡി. ബി ഡി സി ഈസ് ഈക്വൽ ടു ഏതാണ്? സി ഇ ബി ആണ്. കാരണം നമുക്കറിയാം ഇത് രണ്ടും 90 ആണ്. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ആയിരിക്കും. ഇനി ഡി സി ബി ഈസ് ഈക്വൽ ടു ഇ ബി സി ആണ്. ഡി സി ബി ഏതാണ്? ഡി സി ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇ ബി സി ആയിരിക്കും. അല്ല ഇ ബി സി. അതെന്തുകൊണ്ടാണ്? ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. കാരണം ഈക്വൽ സൈഡാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? ഒന്നുകൂടി ശ്രദ്ധിക്കട്ടോ. ആംഗിൾ ബി ഡി സി ഈസ് ഈക്വൽ ടു സി ഇ ബി ആണ്. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം പെർപെൻഡിക്കുലർ ആണെന്നുള്ളത്. രണ്ടാമത്താണ് ഡി സി ബിയും ഇ ബി സിയും. ഡി സി ബി ആൻഡ് ഇ ബി സി അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അതെങ്ങനെയാണ് ഈക്വൽ ആവുന്നത്? കാരണം ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ്. കാരണം നമുക്ക് എന്ത് തന്നിരുന്നു? എ ബി ഈസ് ഈക്വൽ ടു എ സിയും തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ആംഗിളുകളാണ് ഇതും. അപ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി ബി സി ഈസ് ഈക്വൽ ടു സി ബി. ബി സി ഈസ് ഈക്വൽ ടു സി ബി. കാരണം ഇതും കോമൺ ആയതുകൊണ്ട് ഇരിക്കും. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ 2 ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണ്. മനസ്സിലായി? ഏതൊക്കെയാണ്? ആംഗിൾ ബി ഡി സി എന്നുള്ള ട്രയാങ്കിളും അതുപോലെ തന്നെ സി ഇ ബി എന്നുള്ള ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആയി. ഏതൊക്കെ ക്രൈറ്റീരിയ പ്രകാരം? ആംഗിൾ സൈഡ് ക്രൈറ്റീരിയ. കാരണം ഒന്ന് 90 ഡിഗ്രി ഒരു ആംഗിൾ ഈക്വൽ ആണ്. പിന്നെ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിളുകൾ ഈക്വൽ ആണ്. പിന്നെ കോമൺ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ എന്ത് മനസ്സിലായി? രണ്ടും കോൺഗ്രൻ്റ് ആണ്. കോൺഗ്രൻ്റ് ആയി കഴിയുമ്പോൾ എന്താവും? അതിൻ്റെ മറ്റ് കറസ്പോണ്ടിങ് പാർട്സും ഈക്വൽ ആവും. അതായത് ബി ഡി ഈസ് ഈക്വൽ ടു സി ഇ. അതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് അടിസ്ഥാനത്തിൽ നമുക്കൊരു പുതിയൊരു തിയറം കിട്ടുകയാണ്. എന്താണ്? പെർപെൻഡിക്കുലേഴ്സ്. നമ്മളിപ്പോൾ പെർപെൻഡിക്കുലർ ആണല്ലോ വരച്ചത്. ഇതും പെർപെൻഡിക്കുലർ ആയിരുന്നു. പെർപെൻഡിക്കുലറിന് വേറൊരു പേരാണ് ഓൾട്ടിറ്റ്യൂഡ്, ഉയരം എന്നുള്ളത്. കാരണം ഒന്നിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? ഒരു സൈഡിൽ നിന്ന് വരക്കുന്ന ഹൈറ്റ് അതിൻ്റെ പെർപെൻഡിക്കുലർ തന്നെ ആയിരിക്കും. പെർപെൻഡിക്കുലേഴ്സ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്സ് ഡ്രോൺ ടു ഈക്വൽ സൈഡ്സ്.
ഓപ്പോസിറ്റ് വേർട്ടെക്സ് ഓഫ് ആൻ ഐസോസിയസ് ട്രയാങ്കിൾ. ഒരു ഐസോസിയസ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സുകളിൽ നിന്ന് രണ്ട് ഈക്വൽ സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് ഈക്വൽ ആയിരിക്കും. അത് ഈക്വൽ സൈഡ് ഇപ്പോൾ ഏതാണ്? എ ബിയും എ സിയുമാണ്. ഈ രണ്ട് എ ബിയുടെയും എ സിയുടെയും ഓപ്പോസിറ്റ് വേർട്ടെക്സ് ആണ് ഈ സി എന്നുള്ളതും ഈ ബി എന്നുള്ളതും. അതിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് ഈ പെർപെൻഡിക്കുലേഴ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതെന്താണ്? ദിസ് റിസൾട്ട് ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു ഇക്വിലാറ്റർ ട്രയാങ്കിൾ. ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഇത് അപ്ലിക്കബിൾ ആണ്. ആ ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്താ ചെയ്യേണ്ടത്? ഓൾ ദ ത്രീ ഓൾട്ടിറ്റ്യൂഡ്. ഇവിടെ രണ്ട് ഓൾട്ടിറ്റ്യൂഡാണ്. ഇപ്പം ഐസോസിയസ് ട്രയാങ്കിൾ എന്താണ്? രണ്ട് ഈക്വൽ സൈഡ് ഉണ്ടായതുകൊണ്ട് രണ്ട് ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ഈ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ എന്താണ്? മൂന്ന് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ എന്താണ് ഈ കാര്യം? we can say that all the three altitudes on equilateral triangle are equal. എല്ലാ മൂന്ന് ഓൾട്ടിറ്റ്യൂഡ് എന്താ കാര്യം? ഇക്വിലാറ്റർ ട്രയാങ്കിളിലെ മൂന്ന് ഓൾട്ടിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കുന്നു. ഇനി എക്സാമ്പിൾ 11.7 മിഡ് പോയിന്റ്സ് ഓഫ് എ സി ആൻഡ് എ ബി റെസ്പെക്ട്ലി ഇഫ് എ ബി ഈസിക്കൽ ടു എ സി ദെൻ പ്രൂവ് ദാറ്റ് ബി ഡി ഈസിക്കൽ ടു സി ഇ. ഓക്കെ, അത് നിങ്ങൾ തെളിയിച്ചു വരാം. പിന്നെ ആംഗിൾ 11.8 നമുക്ക് എന്താ തന്നിട്ടുള്ളത്? എ ബി ഈസിക്കൽ ടു എ സി ആണ്, ഡി എ സി ഈസിക്കൽ ടു 124 ആണ് ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. അത് ഈ ആംഗിൾ ട്രയാങ്കിൾ കാണാം. അപ്പോൾ നമുക്ക് ഇതൊരു എക്സ്റ്റേണൽ ആംഗിളാണ്. ഈ എക്സ്റ്റേണൽ ആംഗിൾ കണ്ട് കൂട്ടിയതായിരിക്കും ഇതും അല്ലേ? നമുക്ക് ഇവിടെയുള്ള ആംഗിൾ എന്തേക്കാരം? ഇത് മൊത്തം 180 ഏക്കാരം. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ എന്തേക്കാരം? 56 ആയിരിക്കും. അപ്പോൾ ഇതും കൂടി കൂട്ടിയാൽ എത്ര ഏക്കാരം? 124 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കോമൺ ഈക്വൽ ആംഗിളാണ്. കാരണം എന്താ പറയുക, എങ്ങനെയാണ് ഈക്വൽ ആവുന്നത്? ഈ സൈഡും ഈക്വൽ ആണ് ട്രയാങ്കിളിൻ്റെ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 124 ആണ്. ബൈ 2 കിട്ടിയാൽ 62 ആയിരിക്കും ഓരോ ആംഗിളും. അപ്പോൾ അവിടെ ബി എ സി 56 നമുക്ക് കിട്ടി. ഏതാണ് ബി എ സി? ഈ ആംഗിൾ 56 കിട്ടി. കാരണം എന്താണ്? മൊത്തം 180 ആയിരിക്കും, ഇവിടെ 56 ആയിരിക്കും. മറ്റ് രണ്ട് ആംഗിളുകൾ 62 കിട്ടി. ഓക്കെ, ഇനി ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ 1, 3, 5, 1, 3, 5, 7 ചെയ്തു തരും കേട്ടോ. ഇനി നമുക്ക് ഇനീക്വാലിറ്റീസ് വളരെ സിമ്പിളാണ്. ഇനീക്വാലിറ്റീസ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ എ ട്രയാങ്കിളാണ് എടുക്കാനുള്ളത്. ഇനി ഇനീക്വാലിറ്റീസ് ഇൻ എ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൽ ഒരേ സിമ്പിൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. അതായത് ഒന്നാമത് തിയറം പറയുകയാണ് എന്താണ്? ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ അൺഈക്വൽ. ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡുകൾ ഈക്വൽ അല്ലെങ്കിൽ അൺഈക്വൽ ആണെങ്കിൽ ദ ലോങ്ങർ സൈഡ്, അതിലെ ഏറ്റവും നീളം കൂടിയ സൈഡ് ഹാസ് ദ ഗ്രേറ്റർ ആംഗിൾ ഓപ്പോസിറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ്, ഏറ്റവും നീളം കൂടിയ സൈഡിൻ്റെ ഓപ്പോസിറ്റിലായിരിക്കും ഏറ്റവും വലിയ ആംഗിൾ ഉണ്ടായിരിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോൾ 7 സെൻറ്റിമീറ്ററും ഇത് 4 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഇതിൽ നീളം കൂടിയ സൈഡ് ഏതാണ്? 7 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിനേക്കാൾ വലുത്. അതാണ് ഇത് പറഞ്ഞത്. ആദ്യത്തെ തിയറം ഇനീക്വാലിറ്റീസിലെ ആദ്യത്തെ തിയറമാണ്. എന്താണ് അത്? രണ്ട് അൺഈക്വൽ സൈഡുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് അൺഈക്വൽ സൈഡുകളിൽ ഏറ്റവും നീളം കൂടിയ സൈഡിൻ്റെ ഓപ്പോസിറ്റിലായിരിക്കും ഏറ്റവും വലിയ ആംഗിൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതാണ് ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ അൺഈക്വൽ ആണെങ്കിൽ ദെൻ ദ ലോങ്ങർ സൈഡ്, നീളം കൂടിയ സൈഡ് ഹാസ് ദ ഗ്രേറ്റർ ആംഗിൾ ഓപ്പോസിറ്റ്. ആ നീളം കൂടിയ സൈഡിൻ്റെ ഓപ്പോസിറ്റിലായിരിക്കും ഏറ്റവും വലിയ ആംഗിൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ തെളിയിക്കുന്നുണ്ട് ഇവിടെ. എ ബി സി എന്നുള്ളത് ഒരു ട്രയാങ്കിളാണ്. അതിൽ എ ബി വലുതാണ് എ സിയേക്കാൾ. എ ബി എന്നുള്ളത് എന്താണ്? എ സിയേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ എന്താണ് തെളിയിക്കാനുള്ളത്? എ സി ബി. അപ്പോൾ എ ബി എന്നുള്ളത് എ സിയേക്കാൾ വലുതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തെളിയിക്കുന്നത് എന്താണ്? എ ബിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് സി എന്നുള്ളത്. ഈ സി എന്നുള്ള ആംഗിൾ വലുതായിരിക്കും എന്തിനേക്കാൾ? എ സിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളേക്കാൾ ബി ഏക്കാൾ. അതാണ് എ ബി സിയേക്കാൾ എ സി ബി വലുതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താകുന്നുണ്ട്? മേക്ക് എ പോയിന്റ് ഡി എന്നുള്ള പോയിന്റ് എടുക്കുക. ഓൺ ദ സൈഡ് എ ബി എന്നുള്ള സൈഡിൽ ഏത് സ്ഥിതിക്ക് എ ഡി ഈസ് ഈക്വൽ ടു എ സി. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. എ ഡി എന്തായിരിക്കണം? ഈ എടുത്ത എ ഡി എന്തായിരിക്കണം? ഈ എ സിനോട് തുല്യമാകുന്ന തരത്തിൽ ഒരു പോയിന്റ് എടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഈ എ ബി എന്നുള്ള സൈഡിൽ ഒരു പോയിന്റ് എടുക്കുക. എങ്ങനെ ആയിരിക്കണം? ഈ എ സിക്ക് തുല്യമായിരിക്കണം ഇവിടെ നിന്നുള്ള എ ഡി. അങ്ങനെ തരത്തിൽ പോയിന്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡി സി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇനി നമുക്ക് ട്രയാങ്കിൾ എ സിയുടെ എടുക്കാം. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാണ്. ട്രയാങ്കിൾ എ സിയുടെ എടുത്തു. അപ്പോൾ നമുക്കറിയാം എന്താണ്? ഈ എ ഡി ഈസ് ഈക്വൽ ടു എ സി ആണ്.
എ ഡി ഇസിക്കൽ ടു എ സി ആകുമ്പോൾ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളുകൾ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആംഗിൾ ഡി ഇസിക്കൽ ടു ആംഗിൾ സി, അതാണ് എ ഡി ഇസിക്കൽ ടു എ സി. അപ്പോൾ ട്രയാങ്കിൾ എ സി ഡി ഇസിക്കൽ ടു ആംഗിൾ എ സി ഡി ഇസിക്കൽ ടു ആംഗിൾ എ ഡി സി അതിനോട് തുല്യമായിരിക്കും. എ ഡി സി ഈസ് ഗ്രേറ്റർ ദാൻ എ ബി സി. ഇനി എ ഡി സി എന്തായിരിക്കും? എ ബി സിയേക്കാൾ വലുതായിരിക്കും. ഏതാണ് എ ഡി സി? എ ഡി സി എന്നുള്ളത് എ ബി സിയേക്കാൾ വലുതായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് എ ഡി സി വലുതാവുന്നത് എ ബി സിയേക്കാൾ? കാരണം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഏത് ഡി ബി സി എന്നുള്ള ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റേണൽ ആംഗിളാണ് ഏത് ഡി എന്നുള്ള ആംഗിൾ അല്ലേ. ഇതൊരു എക്സ്റ്റേണൽ ആംഗിൾ ആയിരിക്കും ഈ ഡി. അപ്പോൾ ഈ എക്സ്റ്റേണൽ ആംഗിൾ, ഈ ഡി എന്നുള്ള എക്സ്റ്റേണൽ ആംഗിൾ എവിടെ നിന്നാണ് കിട്ടുക? ഈ ബി എന്നുള്ള ആംഗിളും സി എന്നുള്ള ആംഗിളും കൂട്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബി എന്നുള്ള ആംഗിളിനേക്കാൾ വലുതായിരിക്കും ഡി എന്നുള്ള ആംഗിൾ. അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് എ ഡി സി ഈസ് ഈക്വൽ ടു എ ബി സി, എ ബി സിയേക്കാൾ വലുതായിരിക്കും. എന്തുകൊണ്ടാണ്? എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ, ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിളിനേക്കാൾ വലുതായിരിക്കും. ഇനി നമ്മൾ അടുത്ത പറയാണ്. അപ്പോൾ ഇനി എന്ത് കിട്ടും? എ സി ബി വലുതാണ് എ സി ഡിയേക്കാൾ. എ സി ബി എവിടെയാണ്? എ സി ബി വലുതാണ് എ സി ഡിയേക്കാൾ അല്ലേ. കാരണം ഇതെന്താണ്? ഇപ്പം നമ്മൾ എന്തൊക്കെ തെളിയിച്ചു? ഈ ആംഗിൾ ഡിയും ആംഗിൾ സിയും ഈക്വലാണ് തെളിയിച്ചു. കാരണം എന്താണ്? എ ഡിയും എ സിയും ഈക്വൽ സൈഡ്സ് ആണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ വേറെ തെളിയിച്ചു, ഈ ബി യേക്കാൾ വലുതാണ് ഈ ഡി എന്നുള്ളത്. കാരണം ഈ ട്രയാങ്കിളിൻ്റെ ഒരു എക്സ്റ്റേണൽ ആംഗിളാണ് ഇവിടെ. അപ്പോൾ ഈ ആംഗിളും കൂടി ചേർന്നാണ് എന്ത് വരുന്നത്? ഈ ആംഗിൾ വരുന്നത്. ഇനി നമ്മളിപ്പോൾ എന്ത് തെളിയിച്ചു? ആംഗിൾ എ സി ഡിയേക്കാൾ വലുതാണ് ആംഗിൾ എ സി ബി എന്നുള്ളത്. കാരണം എന്താണ്? ഇതൊരു പോയിന്റിൽ ഇവിടുന്ന് ഒരു പോയിന്റ് ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആംഗിൾ എ സി ഡിയേക്കാൾ വലുതായിരിക്കും ആംഗിൾ എ സി ബി എന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി? ഇപ്പം എ ഡി സിയേക്കാൾ എ ബി സിയേക്കാൾ വലുതാണ് എ ഡി സിയും തെളിയിച്ചു. ഇനി ഈ എ സി ഡിയേക്കാൾ വലുതാണ് എന്ത്? എ സി ബി. കാരണം എ ഡി സിയും എ സി ഡിയും ഈക്വൽ ആണല്ലേ. എ സി ഡി എ ഡി സി ഈക്വൽ ആണ്. അപ്പോൾ എ ഡി സിയേക്കാൾ വലുതാണ് എ ബി സി. അപ്പോൾ എന്തും വലുതായിരിക്കും, എ സി ഡിയും വലുതായിരിക്കും. ഇനി എ സി ഡിയേക്കാൾ വലുതാണ് എ സി ബി. അപ്പോൾ സ്വാഭാവികമായിട്ടും വലുതാവും എ സി ബി എന്തായിരിക്കും? എ ബി സിയേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അത് ഫിഗറിൽ നമ്മൾ ഇതിൽ പറയാം. നമുക്കിപ്പോൾ ഡി ആംഗിളും സി ആംഗിളും ഈക്വലാണ്. ഇനി ബി യേക്കാൾ വലുതാണ് ഡി എന്നുള്ളത്. അപ്പം ബി യേക്കാൾ വലുതായിരിക്കും ഈ സി എന്നുള്ളത്. ഇനി എന്താണ് നമുക്കുള്ളത്? ഈ എ സി ബി എന്നുള്ളത് എന്തിനേക്കാൾ വലുതാണ്? ഇതിനേക്കാൾ വലുതാണ്. കാരണം എ സി ബി എന്നുള്ള ഈ വലിയ ആംഗിൾ എന്തിനേക്കാൾ വലുതാണ്? ഈ ആംഗിളിനേക്കാൾ വലുതാണ്. കാരണം ഇതോടെ പോയിന്റിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തെളിയിച്ചിരുന്നത് എന്താണ്? ഈ ചെറിയ ആംഗിൾ, ഈ എ സി ഡി എന്നുള്ള ആംഗിള് അല്ലെങ്കിൽ എ ഡി സി എന്നുള്ള ആംഗിൾ ഇതിനേക്കാൾ വലുതാണെന്നുള്ളത്, ഈ ബി യേക്കാൾ വലുതാണെന്ന്. ഓക്കെ, പിന്നെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഈ വലിയ ആംഗിള് ഈ ഇതിനേക്കാൾ വലുതാവും, ബി യേക്കാൾ വലുതായി. അപ്പോൾ നമ്മൾ തെളിയിച്ചു. ഇപ്പോൾ എന്താ തെളിയിച്ചത്? ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ അൺഈക്വൽ ആണെങ്കിൽ then the longer side has the greater angle opposite it. അതിലെ രണ്ട് സൈഡുകൾ അൺഈക്വൽ ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ ലെങ്ത് ഉള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും വലിയ ആംഗിൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ തെളിയിച്ചു. എന്തൊക്കെയാണ് ഇപ്പോൾ തെളിയിച്ചത്? ഡി ഈക്വൽ ടു സി എന്നുള്ളത് തെളിയിച്ചു. ബിനേക്കാൾ വലുതാണ് ഡി എന്ന് തെളിയിച്ചു. അപ്പം ബിയേക്കാൾ വലുതാണ് ഡി എന്നാകുമ്പോൾ സിയേക്കാൾ വലുതാകും ബിയേക്കാൾ വലുതാകും സി എന്നുള്ളത്. പിന്നെന്താണ്? ഈ എ സി ബി എന്നുള്ളത് എന്തിനേക്കാൾ വലുതാണ്? ഇതിനേക്കാൾ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ വലുതാണ് ഈ ചെറിയ ആംഗിള്, ഇതിനേക്കാൾ വലുതാണ് ഈ വലിയ ആംഗിള്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ വലുതാകും ഈ വലിയ ആംഗിള്. ഓക്കെ, അപ്പോൾ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണ്ടോ? അപ്പോൾ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൺവേഴ്സും നമുക്ക് പറയാം. കൺവേഴ്സ് എന്തായിരിക്കും? അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? രണ്ട് സൈഡുകൾ അൺഈക്വൽ ആണെങ്കിൽ അതിലെ നീളം കൂടിയ സൈഡിൻ്റെ ഓപ്പോസിറ്റിലായിരിക്കും ഏറ്റവും വലിയ ആംഗിൾ. അതിൻ്റെ കൺവേഴ്സ് എന്തായിരിക്കും? ഇൻ എ ട്രയാങ്കിൾ ദ ഗ്രേറ്റർ ആംഗിൾ ഹാസ് ലോങ്ങർ സൈഡ് ഓപ്പോസിറ്റ്. ഒരു ട്രയാങ്കിളിലെ ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റിലായിരിക്കും ഏറ്റവും നീളം കൂടിയ സൈഡ് ഉണ്ടായിരിക്കുക എന്നാണ് അതിൻ്റെ കൺവേഴ്സ്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ 3 ആംഗിളുകൾ ഉണ്ടാവും.
അതിൽ ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റിലായിരിക്കും ഏറ്റവും വലിയ സൈഡ്, ഏറ്റവും നീളം കൂടിയ സൈഡ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. ഇപ്പം നമ്മളിപ്പോൾ 2 പ്രോപ്പർട്ടി പഠിച്ചു. എന്ത്? അൺഈക്വൽ സൈഡ് ആണെങ്കിൽ ഏറ്റവും നീളം കൂടിയ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും വലിയ ആംഗിൾ ഉണ്ടായിരിക്കുക. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് പഠിച്ചു. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളിൽ ഏറ്റവും വലിയ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റിലായിരിക്കും ഏറ്റവും നീളം കൂടിയ സൈഡ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തതാണ് എന്ത്? സം ഓഫ് എനി 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. ഒരു ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ടാവും. ആ 3 സൈഡിലെ 2 സൈഡുകൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനേക്കാൾ എപ്പോഴും വലുതായിരിക്കും. ഓക്കെ അല്ലേ? അത് ഇപ്പം നമുക്കറിയാം, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ഉണ്ട്. ആ എ ബി സി എന്നുള്ള ട്രയാങ്കിളിൽ 2 സൈഡ് കൂട്ടുക. അപ്പോൾ എ ബി എന്നുള്ളതും ബി സി എന്നുള്ളതും കൂട്ടിക്കഴിഞ്ഞാൽ സി എ എന്നുള്ള മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കും. ബി സി എന്നുള്ളതും സി എ എന്നുള്ള 2 സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ എ ബി എന്നുള്ള മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കും. സി എ എന്നുള്ളതും എ ബി എന്നുള്ള 2 സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ ബി സി എന്നുള്ള സൈഡിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ അത് സൈഡിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതൊരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കും. അതിപ്പോൾ ഇനി എത്ര ഇതാണെങ്കിലും, ഉദാഹരണത്തിന് ഇങ്ങനെ വരച്ച് ഇങ്ങനെയാണെങ്കിലും ഈ 2 സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കും. പക്ഷെ ആംഗിളുകൾ അങ്ങനെയല്ല. നമുക്ക് ആംഗിൾ, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചു, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ എന്തേക്കാരം 120 ആയിരിക്കും, ഇത് 30ഉം ഇത് 30ഉം ആവാം. അപ്പോൾ എന്താണ്, 2 ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം മൂന്നാമത്തെ ആംഗിളിനേക്കാൾ ചെറുതായിരിക്കും. ആംഗിളുകളുടെ കണ്ടീഷനിൽ ആംഗിളുകൾ എന്താകാം നമുക്കറിയാം. ആംഗിളുകൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗിളിന് 120 വരാം, ഇവിടെ 30ഉം വരാം. അതായത് 2 ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നാമത്തെ ആംഗിളിനേക്കാൾ ചെറുതായിരിക്കും ഒരു ട്രയാങ്കിളിൽ. പക്ഷെ സൈഡുകളുടെ വിഷയത്തിൽ അങ്ങനെയല്ല. സൈഡുകളുടെ വിഷയത്തിൽ 2 സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും, അത് ഏത് സന്ദർഭത്തിലും മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കും. ആംഗിളുകൾ എന്താകാം, വലുതും ആകാം ചെറുതും ആകാം. ഓക്കെ, ചിലപ്പോൾ 150 ഡിഗ്രി വരെയുള്ള ഒരു ആംഗിൾ ഉണ്ടാകാം. അറിയാം, അങ്ങനെയൊക്കെ നമുക്ക് ഒപ്റ്റിക്സ് ആംഗിളിൻ്റെ ട്രയാങ്കിളിനെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ അത് സൈഡുകളുടെ കാര്യത്തിൽ മാത്രമാണ്. സൈഡുകളുടെ വിഷയത്തിൽ 2 സൈഡുകൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനേക്കാൾ എപ്പോഴും വലുതായിരിക്കും അതിൻ്റെ തുക. പക്ഷെ ആംഗിളുകൾ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. 2 ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിളിനേക്കാൾ ചിലപ്പം ചെറുതാവുകയും ചെയ്യാം, ചിലപ്പം വലുതാവുകയും ചെയ്യാം, ചിലപ്പോൾ ഈക്വൽ ആവുകയും ചെയ്യാം. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇതൊരു റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഈ 2 ആംഗിളുകളും കൂട്ടിക്കഴിഞ്ഞാൽ എന്തേക്കാരം 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അത് തുല്യമാവുന്നത്. ഇനി ഇപ്പം ഇങ്ങനത്തെ അവസ്ഥയിൽ ഇതെന്തായിരിക്കും, 110 ആണ്, ഇത് 35 ആണ്, ഇത് 35 ആണ്. അപ്പോൾ ഈ 2 ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ചെറുതാണ്. ഇനി അടുത്തത് ഇവിടെ 80, ഇവിടെ 80, ഇവിടെ എന്തായി 20. ഈ 2 ആംഗിളുകൾ കൂട്ടിക്കഴിയുമ്പോൾ എന്താണ്, മൂന്നാമത്തെ ആംഗിളിനേക്കാൾ എന്താകാം, വലുതാകാം. അപ്പോൾ ആംഗിളിൻ്റെ വിഷയത്തിൽ 3ഉം സാധ്യമാണ്. അതായത് 2 ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിളിനേക്കാൾ ചിലപ്പം വലുതാകാം, ചിലപ്പോൾ ഈക്വൽ ആകാം, ചിലപ്പം ചെറുതാകാം. പക്ഷേ സൈഡിൻ്റെ വിഷയത്തിൽ ഇങ്ങനെയല്ല. സൈഡിൻ്റെ വിഷയത്തിൽ 2 സൈഡുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ സൈഡിനേക്കാൾ എപ്പോഴും വലുതായിരിക്കും. ഓക്കെ, ഇനി എക്സാമ്പിൾ 11.9 വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ മറ്റുള്ള എക്സാമ്പിൾ 11.10 നിങ്ങൾ തന്നെ തെളിയിക്കാം. ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ എത്ര ഉണ്ട്, ഇതിൽ 7 ഉണ്ട്, 1 3 5 7 ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരിക്കും പഠിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ച് ഈ ചാപ്റ്റർ കഴിയുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.